പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകമാകെ മഹാനായ ദാർശനികൻ, വിപ്ലവകാരിയായ ദാർശനികൻ സഖാവ് കാൾ മാർക്സിൻ്റെ 202-ാം ജന്മവാർഷിക ദിനം ആചരിക്കുകയാണ്. 1818 മെയ് 5-നാണ് ജർമ്മനിയിലെ ട്രയർ പട്ടണത്തിൽ മാർക്സ് ജനിക്കുന്നത്. 2 നൂറ്റാണ്ടിന് ശേഷവും മാർക്സിൻ്റെ ദർശനം, മാർക്സ് നൽകിയിട്ടുള്ള സംഭാവനകൾ ഇപ്പോഴും ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. മാർക്സിയൻ ദർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ദിവസം പോലും ലോകത്ത് ഈ 2 നൂറ്റാണ്ടിനിടയിൽ കടന്നുപോയിട്ടുണ്ടാവില്ല. ഈ കോവിഡ് കാലം എന്തുകൊണ്ട് മാർക്സ് ശരിയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകം വീണ്ടും മാർക്സിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രവചനാത്മകമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയാണ് മാർക്സ് മുതലാളിത്തത്തിൻ്റെ മനുഷ്യത്വരാഹിത്യത്തെക്കുറിച്ച്, ചൂഷണാത്മകതയെക്കുറിച്ചൊക്കെ അന്ന് പറഞ്ഞത് എന്ന് ഇപ്പോൾ ലോകം വീണ്ടും വീണ്ടും തിരിച്ചറിയുകയാണ്. മാർക്സ് സർവകലാശാലയിൽ പഠിച്ചത് നിയമവും തത്വശാസ്ത്രവുമായിരുന്നു. തത്വശാസ്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. അതോടൊപ്പം അർത്ഥശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മറ്റെല്ലാ വൈജ്ഞാനിക മേഖലകളുടെയും, ശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും സൗന്ദര്യശാസ്ത്രത്തിൻ്റെയും എല്ലാം മേഖലകളിൽ ആഴത്തിലും പരപ്പിലും മാർക്സ് വ്യാപരിക്കുകയുണ്ടായി. അദ്ദേഹം മറ്റെല്ലാ ദാർശനികരിൽ നിന്നും വ്യത്യസ്തനാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദർശനം അദ്ദേഹത്തെ സംബന്ധിച്ച് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഉപാധിയും ഉപകരണവുമായിരുന്നു എന്നതുകൊണ്ടാണ്. മാർക്സിൻ്റെ തന്നെ വിഖ്യാതമായിട്ടുള്ള വാക്കുകളിൽ പറഞ്ഞാൽ, ഇതുവരെയുള്ള ദാർശനികരെല്ലാം ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത്, നമുക്ക് വേണ്ടത് അതിനെ മാറ്റി തീർക്കുകയാണ്. അപ്പം ലോകത്തെ മാറ്റാനുള്ള ഉപകരണമായിരുന്നു മാർക്സിന് വിജ്ഞാനവും ചരിത്രവും ദർശനവുമെല്ലാം. കഴിഞ്ഞ 2 നൂറ്റാണ്ട് കാലമായി ചരിത്രത്തിൻ്റെ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനത്തിൻ്റെ ടൂൾ മാർക്സിസമാണ്. മാർക്സിസ്റ്റ് ചരിത്ര വിശകലന രീതിയാണ്. മാർക്സ് മനുഷ്യ സമൂഹത്തിൻ്റെ ആകെ വികാസ പരിണാമങ്ങളുടെ ചരിത്രത്തെ ഉൽപാദന ശക്തികളുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വിശദീകരിച്ചത്. എങ്ങനെയാണ് മനുഷ്യർക്കിടയിൽ വർഗപരമായ വേർതിരിവുകൾ ഇല്ലാതിരുന്ന ഗോത്ര സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് ഇരയെ എല്ലാവരും കൂടി കൂട്ടായി വേട്ടയാടി പിടിച്ച് അതിനെ കൂട്ടായി തിന്നിരുന്ന, സ്വകാര്യ സ്വത്തില്ലാതിരുന്ന, വർഗവ്യത്യാസമില്ലാതിരുന്ന പ്രാകൃത ഗോത്ര സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് ഇന്ന് നാം എത്തി നിൽക്കുന്ന മുതലാളിത്തത്തിലേക്കും ലോകത്തിൻ്റെ ചിലയിടങ്ങളിലെങ്കിലും ഇപ്പോൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്കും മനുഷ്യ സമൂഹം പരിണമിച്ചത് എന്ന് മാർക്സ് വിശദീകരിച്ചു. കൃഷിയുടെ കണ്ടുപിടുത്തം, അതോടുകൂടി സ്വകാര്യ സ്വത്തിൻ്റെ ആവിർഭാവം, അത് എങ്ങനെ സമൂഹത്തെ വർഗങ്ങളായി വിഭജിച്ചു. സ്വകാര്യ സ്വത്തുണ്ടായപ്പോൾ 2 വർഗം, ഉള്ളവരും ഇല്ലാത്തവരും എന്ന 2 വർഗമുണ്ടായി. അടിമ ഉടമ വ്യവസ്ഥ, വർഗപരമായ വ്യത്യാസമില്ലാത്ത ഗോത്രവ്യവസ്ഥയിൽ നിന്ന് അടിമ ഉടമ വ്യവസ്ഥയിലേക്കുള്ള മാറ്റം, അവിടെ നിന്ന് നാടുവാഴുത്ത വ്യവസ്ഥയിലേക്കുള്ള മാറ്റം, അതും കഴിഞ്ഞ് മുതലാളിത്തത്തിലേക്കും ഉള്ള മാറ്റം, ഇതെല്ലാം മാർക്സ് ചരിത്രപരമായി തന്നെ വിശദീകരിച്ചു. ഒപ്പം എന്തുകൊണ്ട് മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കും ഒടുവിൽ വർഗങ്ങൾ ഇല്ലാതായിത്തീരുന്ന കമ്മ്യൂണിസത്തിലേക്കും മനുഷ്യ സമുദായം പുരോഗമിക്കും എന്ന് മാർക്സ് ചൂണ്ടിക്കാണിച്ചു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 മാർക്സും എംഗൽസും ചേർന്നെഴുതിയ ഒരു കൊച്ചു പുസ്തകമാണ്. ലോകത്തെ പിടിച്ചു കുലുക്കിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ മാർക്സും എംഗൽസും പറഞ്ഞു, മനുഷ്യ സമൂഹത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സംഘർഷത്തിലൂടെയാണ് അടിമ വ്യവസ്ഥയിൽ നിന്ന്
നാടുവാഴിത്തത്തിലേക്കും അതിൽ നിന്ന് മുതലാളിത്തത്തിലേക്കും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടും പുരോഗമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വർഗസമരത്തിൻ്റെ ചരിത്രമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം. മാർക്സും എംഗൽസും അത് വിശദീകരിക്കുകയുണ്ടായി. ആ വർഗസമരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ വർഗങ്ങളിൽ തന്നെ ഇല്ലാതാവും, മനുഷ്യർക്കിടയിൽ വർഗ വ്യത്യാസമില്ലാതാവും, അതിന് കാരണമാവുന്ന സ്വകാര്യ സ്വത്തും ഇല്ലാതാവും, ഉൽപാദന ഉപാധികളുടെ സ്വകാര്യമായ ഉടമസ്ഥത ഇല്ലാതാവും, ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലാവും. വർഗങ്ങളില്ലാതായാൽ പിന്നെ ഭരണകൂടത്തിൻ്റെ ആവശ്യമില്ല. കാരണം മാർക്സ് ചൂണ്ടിക്കാണിച്ചത് ഒരു വർഗവ്യവസ്ഥയിൽ ഈ വർഗ ചൂഷണത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ഉപകരണമാണ് ഭരണകൂടം. വർഗമില്ലാതായാൽ പിന്നെ ചൂഷണമില്ല, ചൂഷണത്തിൻ്റെ ഉപകരണമായ ഭരണകൂടം ആവശ്യമില്ല. അതുകൊണ്ടാണ് മാർക്സ് പറഞ്ഞത് സ്റ്റേറ്റ് വിൽ വിതർ അവേ, ഭരണകൂടം കൊഴിഞ്ഞു പോകും എന്ന്. അപ്പോൾ ആ മാർക്സിൻ്റെ ചരിത്ര വിശകലന രീതി ഇന്നും ചരിത്രകാരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മാർക്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നീക്കിവെച്ചത്, ഏറ്റവും വലിയ സംഭാവന നൽകിയതും മുതലാളിത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അപഗ്രഥനത്തിനാണ്. മാർക്സിൻ്റെ മുതലാളിത്ത വിമർശനം എങ്ങനെയാണ് ഇപ്പോഴും പ്രസക്തമായി തീരുന്നത് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുതലാളിത്ത ലോകം തന്നെ അത് തിരിച്ചറിയുന്നുണ്ട്. 2008 സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്, ലോകത്തെ വിഖ്യാതമായിട്ടുള്ള മുതലാളിത്ത മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് മാർക്സിനെ വീണ്ടും വായിക്കുക എന്നാണ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് മുതൽ അന്നത്തെ വലതുപക്ഷക്കാരനായ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസി വരെ പറഞ്ഞു, വീണ്ടും മാർക്സിനെ വായിക്കുക, ഈ പ്രതിസന്ധിയുടെ കാരണങ്ങൾ ശരിയായി കണ്ടെത്തണമെങ്കിൽ എന്ന്. അതാണ് മാർക്സിൻ്റെ പ്രസക്തി. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കഴിഞ്ഞ 200 കൊല്ലം മാർക്സിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടുണ്ടാവില്ല എന്ന്. മാർക്സിൻ്റെ 200ാം ജന്മവാർഷികത്തിന് ന്യൂയോർക്ക് ടൈംസ് എഴുതിയ ഒരു അനുസ്മരണ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഹാപ്പി ബർത്ത്ഡേ കാൾ മാർക്സ്, യു വർ റൈറ്റ്. നിങ്ങളായിരുന്നു ശരി എന്ന് ന്യൂയോർക്ക് ടൈംസ് ആണ് എഴുതുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ മാർക്സ് മുതലാളിത്തത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള വിമർശനം, പഠനം ഇപ്പോഴും ശരിയായി പ്രസക്തമായി നിൽക്കുകയാണ്. മുതലാളിത്തത്തിൻ്റെ പ്രവർത്തന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് മാർക്സ് കണ്ടെത്തി. എന്തുകൊണ്ട് മുതലാളിത്തം നിലനിൽക്കാൻ കഴിയാത്തതാണ്, തകർന്നു പോകും എന്ന് മാർക്സ് വിശദീകരിച്ചു. മുതലാളിത്തത്തെക്കുറിച്ച് മാർക്സും എംഗൽസും മാനിഫെസ്റ്റോയിൽ എഴുതിയത്, ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരോഗമനപരമായ വ്യവസ്ഥയാണ് മുതലാളിത്തം എന്നാണ്. നാടുവാഴിത്തത്തെയും അടിമ ഉടമ സമ്പ്രദായത്തെയും ഒക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും പുരോഗമനപരമായ വ്യവസ്ഥയാണ് മുതലാളിത്തം. അതേസമയം ഏറ്റവും ചൂഷണാത്മകമായ വ്യവസ്ഥയുമാണ്. എന്തുകൊണ്ട് മുതലാളിത്തം നിലനിൽക്കില്ല? വളരെ ലളിതമായി മാർക്സ് പറഞ്ഞു, മുതലാളിത്തത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം സാമൂഹികമായ ഉൽപ്പാദനവും വ്യക്തിഗതമായ കൈയടക്കലും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. കൂട്ടായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്വത്ത് കുറച്ചാളുകൾക്ക് മാത്രം കൈയടക്കാൻ കഴിയുന്നത് ഉൽപ്പാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലായതുകൊണ്ടാണ്. അതുപോലെ ചൂഷണം മിച്ചമൂല്യം തട്ടിയെടുക്കുന്നതിലൂടെയാണ് നടക്കുന്നത്. അതിനെല്ലാം കാരണം ഉൽപ്പാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലാവുന്നതാണ്. മാർക്സ് മുതലാളിത്തത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള ആ വിമർശനം ഇന്നും എത്ര ശരിയാണ് എന്ന് നമ്മൾ കാണുകയാണ്. മാർക്സ് പറഞ്ഞു, മുതലാളിത്തം വളരും തോറും മൂലധനം പെരുകുക മാത്രമല്ല, കുറച്ച് ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കും, വലിയ അസമത്വം ഉണ്ടാവും. ഇന്ന് ലോകം കാണുന്നത്, വളരെ കൃത്യമായി കാണുന്നത് മാർക്സ് ചൂണ്ടിക്കാണിച്ച അസമത്വമാണ്. ലോകത്തെ സമ്പത്തിൻ്റെ മഹാഭൂരിപക്ഷവും വിരലിലെണ്ണാവുന്ന ധനാഢ്യരുടെ, ശതകോടീശ്വരന്മാരുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നമുക്കത് കാണാൻ പറ്റും. ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ മൊത്തം സ്വത്തിൻ്റെ 1/4 പങ്ക് 1% സമ്പന്നരുടെ കയ്യിലാണ് എന്നാണ്. 63 ശതകോടീശ്വരന്മാരുടെ ആകെ സ്വത്ത് ഇന്ത്യയുടെ 2018-19 മൊത്തം ബജറ്റിനേക്കാൾ കൂടുതലാണ് 63 ആളുടെ കയ്യിലുള്ള സ്വത്ത്. ഇത്
ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും ഈ അനുഭവം മാർക്സ് ചൂണ്ടിക്കാണിച്ചത് ശരിവെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്സിൻ്റെ മുതലാളിത്ത വിമർശനം ഇന്നും പ്രസക്തമായിത്തീരുന്നത്. 2000 ആണ്ടിൽ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ തകർന്ന് മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾക്ക് തിരിച്ചടി നേരിട്ട് 10 കൊല്ലം തികയുന്നതിന് മുമ്പ് 2000 ആണ്ടിൽ 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ BBC ഒരു അഭിപ്രായ സർവേ നടത്തുകയുണ്ടായി അവരുടെ പ്രേക്ഷകർക്കിടയിൽ ലോകമാകെ. ആ അഭിപ്രായ സർവേ ഇതാണ്: കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ദാർശനികനാര്? മഹാഭൂരിപക്ഷം വോട്ട് നേടി 1ാം സ്ഥാനത്തെത്തിയത് മാർക്സാണെന്ന് ഓർക്കണം. എപ്പോൾ? സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾക്ക് തിരിച്ചടി നേരിട്ട് 10 കൊല്ലം തികയുന്നതിന് മുമ്പ്. അപ്പം അത് തന്നെ കാണിക്കുന്നത് ആ തിരിച്ചടി മാർക്സിസത്തിൻ്റെ പ്രയോഗത്തിലെ വൈകല്യങ്ങൾ കൊണ്ടുണ്ടായതാണ്, മാർക്സിസത്തിനുണ്ടായ തിരിച്ചടിയല്ല എന്നത്. അത് പ്രയോഗിച്ചപ്പോൾ മനുഷ്യരാണല്ലോ പ്രയോഗിക്കുന്നത്, പ്രയോഗിച്ച മനുഷ്യർക്ക് പറ്റിയ തെറ്റാണ്. അപ്പോഴും മാർക്സിസത്തിൻ്റെ സാധുത, അതിൻ്റെ പ്രസക്തി ലോകം അംഗീകരിച്ചിരുന്നു എന്നാണത് കാണിക്കുന്നത്. അത് വീണ്ടും നമ്മൾ കഴിഞ്ഞ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കണ്ടു. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പും സർക്കോസിയൊക്കെ പറഞ്ഞു മാർക്സിനെ വായിക്കുക. വാൾസ്ട്രീറ്റിൽ ലോക മുതലാളിത്തത്തിൻ്റെ തന്നെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് പിടിച്ചെടുക്കൽ സമരം നടന്നപ്പോൾ ആ സമരമുഖത്തുണ്ടായിരുന്നവർ ഉയർത്തിയ മുദ്രാവാക്യം ക്ലാസ് വാർ, വർഗസമരം എന്നാണ്. ബിറ്റ്വീൻ 99% and 1% അവരുടെ മുദ്രാവാക്യം, ലോകം ശ്രദ്ധിച്ച മുദ്രാവാക്യം. അതാണ് മാനിഫെസ്റ്റോയിൽ മാർക്സും എംഗൽസും പറഞ്ഞത്: മനുഷ്യരാശിയുടെ ഇതപര്യന്തമുള്ള ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമല്ലാതെ മറ്റൊന്നുമല്ല. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ലോകമാകെ വലതുപക്ഷക്കാർ ആഹ്ലാദിക്കുകയുണ്ടായി, വലിയ വിജയഭേരി മുഴക്കി. എന്തായിരുന്നു പ്രഖ്യാപനം? ചരിത്രം അവസാനിച്ചു എന്നാണ്. ചരിത്രം മുതലാളിത്തത്തോടു കൂടി അവസാനിച്ചു, അതിനപ്പുറം സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കുമുള്ള ചരിത്രത്തിൻ്റെ വളർച്ചയില്ല. പ്രത്യയശാസ്ത്രം അവസാനിച്ചു. എൻഡ് ഓഫ് ഹിസ്റ്ററി, എൻഡ് ഓഫ് ഐഡിയോളജി. ഇന്ന് നിങ്ങൾ വീണ്ടും മാർക്സിനെ വായിക്കൂ എന്നാണ് പറയുന്നത്. ചരിത്രം അവസാനിക്കുന്നില്ല എന്ന് ഇന്ന് തിരിച്ചറിയുകയാണ്, കൂടുതൽ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കോവിഡിൻ്റെ കാലം മാർക്സിനെ വീണ്ടും ശരിവെക്കുന്നത്? മാർക്സിൻ്റെ മുതലാളിത്ത വിമർശനം പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് മൂലധനത്തിലാണ്. മൂലധനത്തിൽ ഒരു ഭാഗത്ത് മുതലാളിത്തത്തിൻ്റെ സഹജമായ സ്വഭാവത്തെക്കുറിച്ച് മാർക്സ് ഇങ്ങനെയാണ് പറയുന്നത്: 10% ലാഭം കിട്ടുമെങ്കിൽ മൂലധനത്തിന് ഉത്സാഹമാവും. ലാഭം 20% ഉറപ്പാണെങ്കിൽ മൂലധനം എല്ലായിടത്തും അതിൻ്റെ നിയോഗം ഉറപ്പുവരുത്തും. 50% ലാഭം കിട്ടുമെങ്കിൽ മൂലധനത്തിന് ധിക്കാരമായി തുടങ്ങും. 100% ലാഭം സുനിശ്ചിതമായി കഴിഞ്ഞാൽ മൂലധനം എല്ലാ മാനുഷിക നിയമങ്ങളെയും ചവിട്ടിമതിക്കാൻ തുടങ്ങും. 300% ലാഭം സുനിശ്ചിതമാണെങ്കിലോ അത് മുതിരാത്ത കടുങ്കയില്ല, സ്വന്തം ഉടമസ്ഥനെ തൂക്കിലേറ്റുന്നതടക്കം. ഇതിനേക്കാൾ സംക്ഷിപ്തമായി, ലളിതമായി, മൂർച്ചയിൽ മൂലധനത്തിൻ്റെ ഈ ലാഭാസക്തിയെ, ദുരയെ ആവിഷ്കരിക്കാനാവില്ല. അപ്പോൾ ഇന്ന് നമ്മളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ ലോകത്തെ എത്രയോ തവണ ചുട്ടുകരിക്കാൻ പോന്ന ആയുധശേഖരമുണ്ടായിരിക്കുമ്പോഴും വെന്റിലേറ്ററുകൾ ആവശ്യത്തിനില്ലാത്തത്. എന്തുകൊണ്ടാണ്? കൂടുതൽ ലാഭം നേടുന്നതിനും മൂലധനം ആർജിക്കുന്നതിനും ചൂഷണം നടത്തുന്നതിനുമെല്ലാം ഈ ആയുധബലം ആവശ്യമാണ്. എന്നാൽ വെന്റിലേറ്റർ കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ലാഭം മാത്രമാണ് മുതലാളിത്തത്തെ നയിക്കുന്നത്. അതുകൊണ്ടാണ് കോവിഡിനെതിരായിട്ടുള്ള യുദ്ധം മുതലാളിത്തത്തിനെതിരാവണമെന്ന് പറയുന്നത്. അത് പറയുമ്പോൾ ചിലർ പരിഹസിക്കുന്നത് അവർക്കിത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ, ഇത്രയും സമ്പന്നമായ രാജ്യത്തിന് വലിയ ആയുധ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള, ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമായിട്ടുള്ള വെന്റിലേറ്റർ ഈ ഘട്ടത്തിൽ ഉണ്ടാവാതെ പോയത്? ഇപ്പം ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുതലാളിത്തം പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സും എംഗൽസും
മനോഹരമായിട്ടുള്ള വരികളിൽ ഇത് വീണ്ടും അല്ലെങ്കിൽ നേരത്തെയും വിശദീകരിച്ചിട്ടുണ്ട്. മാർക്സും എംഗൽസും പറഞ്ഞു, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നഗ്നമായ സ്വാർത്ഥമൊഴികെ, ഹൃദയശൂന്യമായ രൊക്കം പൈസ ഒഴികെ മറ്റൊന്നും മുതലാളിത്തം ബാക്കി വെച്ചില്ല എന്നാണ്. മുതലാളിത്തത്തിൻ്റെ സ്വഭാവത്തെ ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നഗ്നമായ സ്വാർത്ഥമൊഴികെ മറ്റൊന്നും ബാക്കി വെച്ചില്ല. ആ സ്വാർത്ഥം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതുകൊണ്ടാണ് ജർമ്മനിയുടെ തൊട്ടടുത്തുള്ള ഇറ്റലിയിൽ 10,000-കണക്കിന് ആളുകൾ കോവിഡ് നിന്ന് മരിച്ചപ്പോൾ ജർമ്മനിയിലെ മുതലാളിത്ത ഭരണകൂടം ഇറ്റലിയെ സഹായിക്കാൻ തയ്യാറാവാതിരുന്നതും 1000-കണക്കിന് കിലോമീറ്ററുകൾക്കകലെ കരീബിയൻ ദ്വീപസമൂഹത്തിൽപ്പെട്ട ക്യൂബ എന്ന് പറയുന്ന കൊച്ചു രാജ്യം ഇത്രയും ദൂരത്തേക്ക് തങ്ങളുടെ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും അയച്ചത്. മാർക്സും എംഗൽസും ചൂണ്ടിക്കാണിച്ചതുപോലെ നഗ്നമായ സ്വാർത്ഥം മാത്രമാണ് മുതലാളിത്തത്തിൽ അവശേഷിക്കുന്നത് എന്നതുകൊണ്ടാണ് ജർമ്മനിയിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലേക്ക് അടക്കം അയച്ച മാസ്കുകൾ അമേരിക്ക തട്ടിപ്പറിച്ചെടുത്തത്. ആ നഗ്നമായ സ്വാർത്ഥം മാത്രമാണ് മുതലാളിത്തത്തിൽ അവശേഷിച്ചത് എന്നതുകൊണ്ടാണ് ബ്രിട്ടീഷ് ആഡംബര കപ്പലിലെ 700 പേർക്ക് കൊറോണ ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ ബ്രിട്ടൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്ക ആ കപ്പലിന്, അമേരിക്കയും കാനഡയും, അവരുടെ തീരത്തണയാൻ അനുമതി നിഷേധിച്ചത്. എന്നാൽ ഈ അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഒപ്പം കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ക്യൂബയെ ഉപരോധം കൊണ്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടനോട് ആ ശത്രുതാപരമായ സമീപനം ക്യൂബ സ്വീകരിക്കാതിരുന്നത്. ബ്രിട്ടീഷ് കപ്പലിന് തങ്ങളുടെ തീരത്തണയാൻ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവിൽ ക്യൂബ എഴുതിയൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: ഞങ്ങളുടെ വിപ്ലവത്തിൽ അന്തർലീനമായ ഉന്നതമായ മാനവിക ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കപ്പലിനെ ഞങ്ങളുടെ തീരത്തെടുക്കാൻ അനുവദിക്കുന്നു എന്നാണ്. അതാണ് മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസം. വേറൊരു ഉദാഹരണം എന്താ? ഇറ്റലിയിലേക്ക്, അക്ഷരാർത്ഥത്തിൽ ശ്മശാനമായി തീർന്ന ഇറ്റലിയിലേക്ക് ക്യൂബൻ ഡോക്ടർമാരുടെ സംഘം വന്നിറങ്ങിയപ്പോൾ ആ സംഘത്തിൻ്റെ തലവൻ ഡോക്ടർ ഫെർണാണ്ടോ, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അസാമാന്യമായ ധൈര്യമുള്ള വീരനായകരായതുകൊണ്ടല്ല വന്നിട്ടുള്ളത്, പക്ഷെ ഞങ്ങൾ വിപ്ലവകാരികളായതുകൊണ്ടാണ്. സാധാരണ മനുഷ്യരെ പോലെ ഞങ്ങൾക്കും പേടിയുണ്ടെങ്കിലും ഞങ്ങളുടെ വിപ്ലവ ദൗത്യം അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിതിന് വരുന്നത്. എത്ര സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണെന്ന് നോക്കൂ. ഒന്നിനെയും ഭയക്കാത്ത വീരനായകരാണ്, അമാനുഷരാണ് തങ്ങളെന്നല്ല അവകാശപ്പെട്ടത്. മനുഷ്യസഹജമായിട്ടുള്ള പേടിയും മറ്റു വികാരങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം മുകളിലാണ് മനുഷ്യരെ സഹായിക്കുക എന്ന വിപ്ലവ ദൗത്യം. അതാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ധൈര്യം പകരുന്നത് എന്നാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് വിയറ്റ്നാം അമേരിക്കയ്ക്ക് മാസ്കുകളും വെന്റിലേറ്ററുകളും സംഭാവന ചെയ്തത്. നമ്മൾ ഓർമ്മിക്കണം, 1 പതിറ്റാണ്ട് കാലമാണ് വിയറ്റ്നാമിനെ നശിപ്പിക്കാൻ അമേരിക്ക ബോംബുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നത്. കിങ് ഫൂക്കിൻ്റെ ചിത്രം ലോകം മറക്കാത്തൊരു ചിത്രമാണ്. നാപ്പാം ബോംബ് പ്രയോഗിച്ചപ്പോൾ തൊലി മുഴുവൻ ശരീരത്തിലെ ഉരിഞ്ഞുപോയി നഗ്നയായിട്ട് ഓടുന്ന കിങ് ഫൂക്കിൻ്റെ ചിത്രം, ആ പെൺകുട്ടിയുടെ ഒരു ചിത്രം മനുഷ്യ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വേദനയായിട്ട് നിൽക്കുന്നതാണ്. ആ ദുരന്തം വർഷിച്ച അമേരിക്കയാണ് വിയറ്റ്നാം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചത്. കാരണം ക്യൂബയെപ്പോലെ വിയറ്റ്നാമും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. മാർക്സ് വളരെ ദീർഘദർശിത്വത്തോടു കൂടി മനുഷ്യരാശിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ചിന്തിച്ച ആളാണ്. മാർക്സ് പറഞ്ഞു, നാം ഈ ഭൂമിയുടെ ഉടമസ്ഥരല്ല, നാം അത് കൈകാര്യം ചെയ്യുന്നവർ മാത്രമാണ്. ഇന്നത്തേതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഈ ഭൂമിയെ നമുക്ക് വരും തലമുറകൾക്ക് കൈമാറണം. പരിസ്ഥിതിയെക്കുറിച്ചൊക്കെയുള്ള ഇന്നത്തെ വികസിതമായ സങ്കല്പങ്ങൾ, ചിന്തകളെല്ലാം ഉയർന്നു വരുന്നതിന് എത്രയോ കാലം മുമ്പ്, 1.5 നൂറ്റാണ്ട് മുമ്പ് മാർക്സ് പറഞ്ഞതാണ്. ഇന്നത്തേതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ വരും തലമുറകൾക്ക് ഭൂമിയെ കൈമാറാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്
എന്നാൽ ആ മുതലാളിത്തം മനുഷ്യരെ കൊള്ളയടിക്കുന്നത് പോലെ ഭൂമിയെയും പ്രകൃതിയിലെ വിഭവങ്ങളെയും കൊള്ളയടിക്കുകയാണ്. അങ്ങനെ കൊള്ളയടിക്കുന്നത് കൊണ്ടാണ് ആഗോള താപനമുണ്ടാകുന്നത്, പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്. ആമസോൺ കാടുകൾ മുതൽ ഓസ്ട്രേലിയയിലെ കാടുകൾ വരെ തീയിട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഫലമാണ് മഹാമാരികൾ പടർത്തുന്ന വൈറസ്. പുതിയ വൈറസുകൾ ഉണ്ടാവുന്നു, വൈറസുകൾക്ക് രൂപമാറ്റം ഉണ്ടാവുന്നു, മാരകശേഷി കൈവരിക്കപ്പെടുന്നു. ഇതാണ് കോവിഡ് പോലുള്ള മഹാമാരികളും മുതലാളിത്തവും തമ്മിലുള്ള ബന്ധം. ഇതിന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് പറയുമ്പോൾ കേരളത്തിൽ ഒരു കൂട്ടം ആളുകൾ എന്തോ ഒരു പുതിയ കാര്യം പോലെ, തങ്ങൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ല എന്നതുകൊണ്ട് തങ്ങൾ കേൾക്കാത്തതെല്ലാം മഹാ അബദ്ധമാണ് എന്ന നിലയിൽ പരിഹസിക്കുന്നത് പറയുന്നവരെ. യഥാർത്ഥത്തിൽ ലോകം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് മരിച്ചുപോയ ശാസ്ത്രലോകത്തെ മഹാപ്രതിഭയായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത് ഈ ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ പാരിസ്ഥിതിക വിനാശവും പുതിയ വൈറസുകളെ സൃഷ്ടിക്കുമെന്നും അത് മനുഷ്യരാശിയുടെ തന്നെ അന്ത്യം കുറിക്കുമെന്നുമാണ്. അപ്പം എന്തുകൊണ്ടാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഉണ്ടാവുന്നത്? മുതലാളിത്തം മനുഷ്യരെ എന്നതുപോലെ കൊള്ളലാഭത്തിനു വേണ്ടി പ്രകൃതിയെയും ഭ്രാന്തമായി ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോഴാണ് മാർക്സ് 1.5 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത്, ഇത് വരും തലമുറകൾക്ക് മെച്ചപ്പെട്ട നിലയിൽ കൈമാറാനുള്ളതാണ് ഈ ഭൂമി എന്ന്. അതാണ് മാർക്സിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാട്. ഒപ്പം മനുഷ്യരാശിയുടെ ഏതാണ്ട് പകുതി വരുന്ന സ്ത്രീകളെ മോചിപ്പിക്കാതെ സാമൂഹിക മോചനം, മനുഷ്യമോചനം സാധ്യമാവുകയില്ല എന്നും മാർക്സ് തിരിച്ചറിയുകയുണ്ടായി. അവസാനമായിട്ട് മാർക്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത പേരാണ് ജെന്നിയുടെ പേര്. തൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്ന ജെന്നിയെ മാർക്സ് പ്രണയിച്ചു, വിവാഹം കഴിച്ചു. വലിയ പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു. പ്രഷ്യയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ജെന്നിയുടെ സഹോദരൻ. പക്ഷെ പിന്നീട് മാർക്സിനൊപ്പം ചേർന്ന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൊടിയ ദാരിദ്ര്യവും ദുരിതവും കഷ്ടപ്പാടുകളും യാതനകളും എല്ലാം ജെന്നിയും പങ്കിടുകയുണ്ടായി മാർക്സിനൊപ്പം. മേരി ഗബ്രിയലിൻ്റെ വളരെ ഹൃദയസ്പർശിയായൊരു പുസ്തകമുണ്ട്, ലവ് ആൻഡ് ക്യാപിറ്റൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. മാർക്സിൻ്റെയും ജെന്നിയുടെയും ജീവിതത്തിലെ കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും യാതനകളുടെയും എല്ലാം അനുഭവങ്ങളെ പൊള്ളിക്കുന്ന തരത്തിൽ അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. 2 മക്കൾ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് മാർക്സിൻ്റെ. അവരുടെ മൃതശരീരം അടക്കം ചെയ്യാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിൽക്കേണ്ടി വരുന്നുണ്ട് മാർക്സിന്. മാർക്സ് ജീവിതകാലത്തൊരു നല്ല പങ്കും ചെലവഴിച്ചത് മൂലധനത്തെക്കുറിച്ച് പഠിക്കാനും എഴുതാനുമാണ്. പക്ഷേ സ്വന്തം മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം പോലും അദ്ദേഹത്തിന് സ്വരൂപിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഓർമ്മിക്കണം. ആ മാർക്സിൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് ജെന്നിയുടെ കൂടി ഈ സഹനം കൊണ്ടാണ്. ഒരുപക്ഷെ ജെന്നി ഇല്ലായിരുന്നെങ്കിൽ മാർക്സിന് ഇത്രയും വലിയ സംഭാവനകൾ വിജ്ഞാന ലോകത്തിന് അതുപോലെ ദാർശനിക ലോകത്ത് നൽകാൻ കഴിയുമായിരുന്നില്ല. ജെന്നി മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ മാർക്സും മരിക്കുന്നുണ്ട്. കാരണം അത്രയും മാർക്സിന് തകർത്തിരുന്നു. ഇപ്പോൾ മാർക്സ് 2 നൂറ്റാണ്ട് മുമ്പാണ് ജനിച്ചത്. മരിച്ചിട്ടും 1 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ലോകമാകെ മാർക്സിനെക്കുറിച്ച്, മാർക്സിസത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞതാണ്, മറ്റെല്ലാ ദാർശനികരും ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ ലോകത്തെ മാറ്റി തീർക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രം ആവിഷ്കരിച്ച ദാർശനികനാണ് കാൾ മാർക്സ് എന്നതുകൊണ്ടാണ്. ONV എഴുതിയതുപോലെ ബലികുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്കുകൾ ഉറങ്ങാതിരിക്കുന്നു. ലാൽ സലാം കാൾ മാർക്സ്.